ഹലോ. ഇന്നലെ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം എൻ്റെ മനസ്സിലിങ്ങനെ വന്ന ഒരു ചിന്തയാണ് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ എസ്പെഷ്യലി നമ്മൾ പോയിട്ട് വരുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, ഒരു ഭക്തി അങ്ങനെയൊക്കെ തോന്നുമല്ലോ. അപ്പം ഞാനിരുന്ന് ചിന്തിക്കുകയായിരുന്നേ, അവിടെ വരുന്ന പുരുഷന്മാരെല്ലാവരും ഷർട്ട് ഇടാൻ പാടില്ല, ഷർട്ട് ഇടാതെ വന്നോളണം എന്നുള്ളൊരു നിയമം. അതെന്താണ് അങ്ങനെ അല്ലേ? അമ്പലത്തിൽ എവിടെ പോയാലും നമ്മൾ ഏത് ഡ്രസ്സാണ് ഇടുന്നത് ഒരു കാര്യമാണോ? സഭ്യമായ രീതിയിൽ നമ്മൾ ഡ്രസ്സ് ചെയ്യുക, അത്രയല്ലേ വേണ്ടൂ. കാരണം ഇവർക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ വരുന്ന ആളുകൾക്ക്. പിന്നെ അത് മാറണം. ഇനി അതൊരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണെങ്കിൽ വേഷ്ടി മാത്രം, അതായത് മുണ്ട് ഉടുക്കൂ, ഷർട്ട് ഇടാം എന്നുള്ള രീതിയിൽ, ഷർട്ട് ഇടാം ടീഷർട്ട്സ് ഇടണ്ടാന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതിയ പോരെ. ബനിയൻ ടീഷർട്ട്സ് ഒന്നും ഇടാൻ പാടില്ല എന്ന് ഇട്ടിരിക്കണു. പിന്നെ എന്താ ബർമൂഡാസും ഇട്ടുകൂടാ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ്. ഓക്കെ, ഒരു വേഷ്ടി അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ അവർ കഷ്ടപ്പെടുകയാണ്, അവർക്ക് ഈ വേഷ്ടി ഉടുക്കാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ എഥനിക് വെയർ ഇല്ലേ, ഇപ്പൊ അവരിടുന്നത് എന്താണ് അതിന് പറയണത്, അവരുടെ പൈജാമ ആൻഡ് ജുബ്ബ അതെല്ലാം ഇട്ടുന്ന് കരുതി എന്താ കുഴപ്പം അല്ലേ? ചുരിദാർ സ്ത്രീകൾക്ക് ഇടാമെങ്കിൽ പുരുഷന്മാർക്ക് അതിടാനായിട്ട് സമ്മതിച്ചൂടെ? എന്താണെന്ന് വെച്ചാല് മറ്റു സ്ത്രീകൾ അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ നിൽക്കുന്ന സമയത്ത് മുമ്പിലും പുറകിലും ഒക്കെ അവിടെ നിന്ന് ഇടുന്നൊക്കെ നല്ല റഷല്ലേ. ആളുകൾ വരുമ്പോൾ അവരുടെ ബെയർ ചെസ്റ്റിലേക്കാണ് നമ്മളുടെ ഹെയറും എന്താ പറയാ നമ്മളുടെ ദേഹം മുട്ടുകയാണ് അറിയാതെ. സോ വി ഫീൽ ഇറ്റ് ഇസ് നോട്ട്, വേർത്ത് നിൽക്കുകയാണ് എല്ലാവരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അൺഹൈജീനിക് ആയിട്ടാണ് ഈ ടെമ്പിൾസിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതേസമയം ചേർച്ചിലോ മുസ്ലിംസിന്റെ പള്ളിയിലോ ഒന്നും അങ്ങനെ ഇല്ലല്ലോ. അവരെത്ര ഇതായിട്ടാ പോയി ഇരുന്ന് കുമ്പിട്ട് വരുന്നല്ലേ. എനിക്ക് വളരെ തിരക്കുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, കാബ പോലത്തെ, അവിടെ അവർ കംപ്ലീറ്റ് കവേർഡാണ് എല്ലാവരും. അതുകൊണ്ട് ഈ പറഞ്ഞ സ്കിൻ ഡിസീസസ് വരാനായിട്ട് ചാൻസ് ഇല്ല. ഇന്നലെ ഞാൻ കണ്ടു ഒരാൾക്ക് ഈ പകരുന്ന ചുണങ്ങെന്ന് പറഞ്ഞ സാധനമില്ലേ ഇങ്ങനെ ശരീരത്തിൽ ഉണ്ടാവുന്ന, പാവം ആ മനുഷ്യൻ എന്ത് ചെയ്യാനാ, അദ്ദേഹത്തിന് അത് ഉണ്ടായിപ്പോയി. പക്ഷെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ. കാരണം ഞാൻ നോട്ടീസ് ചെയ്തു. അതുകൊണ്ട് ലെറ്റ് മീ ടെൽ യു, ഇപ്പൊ പറയും ചേച്ചി ഒരു മോട്ടിവേഷൻ പറയുന്ന ആളങ്ങനെ പറയുന്നതാണെന്ന്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ബിക്കോസ് ഐ എം ജസ്റ്റ് ട്രൈങ് ടു ടെൽ ഇൻ എ ബ്രോഡർ പെർസ്പെക്റ്റീവ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് സമൂഹത്തിൽ എന്ന് പറയണോ. പലർക്കും പല രീതിയിലുള്ള അസുഖങ്ങൾ വന്നവരുണ്ടാവുമല്ലോ, അതൊന്നും നമുക്ക് പറയില്ല, അതല്ല ഞാൻ പറയണേ. ഇങ്ങനെ എവിഡന്റ് ആയിട്ടുള്ളത് അദ്ദേഹത്തിന് എന്തൊരു എംബാരസ്മെന്റ് ആയിരിക്കും അല്ലേ, ആ ഷർട്ട് അഴിക്കുമ്പോൾ ദേഹത്തൊക്കെ ഇങ്ങനെ ചുണങ്ങുകൾ ഉള്ളത്. അതൊരു അത്ര നല്ല ഒരു ഇതല്ലല്ലോ. അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് പരുന്നതാണ് അത്, സ്വെറ്റി കൂടെയൊക്കെ. അപ്പം നമ്മൾ അങ്ങനെ ഒരു ആളുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു വല്ലാതെ ഇത് തോന്നും. അതേപോലെ ചിക്കൻ പോക്സ് വന്നിട്ട് കരിയാതെ എല്ലാം ഉള്ള ആളുകളും ഒക്കെ വരില്ലേ അവിടെ. അപ്പോൾ ഒരു സാധാരണ ഇപ്പൊ എൻ്റെ ഹസ്ബൻഡിന് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ ഒരു വേഷ്ടിയും പിന്നെ ഇങ്ങനെ പുതയ്ക്കുന്ന ഒരു മേൽമുണ്ടും ഒക്കെ ഇട്ടിട്ട് അദ്ദേഹം അങ്ങനെ ഡ്രസ്സ് ചെയ്യാറുണ്ട്, ശ്രമിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരുപക്ഷെ അതിന് സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ കൊണ്ടുവരാൻ മറന്നു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ അവർക്കത് ഇഷ്ടമില്ലായിരിക്കും. അങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകാൻ അവർക്കൊരു എഥനിക് രീതിയിൽ അങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമില്ലായിരിക്കും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഈ അധികൃതര് തന്നെയല്ലേ ഒന്ന് ചിന്തിക്കേണ്ടത്. അതേപോലെ പിന്നെ അയ്യപ്പസ്വാമിയുടെ അവിടെ അങ്ങനെയൊന്നുമില്ല. ശബരിമലയിൽ നമുക്ക് അങ്ങനെ കയറാം, കറുത്ത വസ്ത്രം ഉടുത്ത് അങ്ങനെ കയറാം. കറുത്ത വസ്ത്രം ഉപയോഗിക്കുന്നത് ശബരിമലയിലാണ് ഏറ്റവും കൂടുതൽ. കാരണം എന്താണെന്ന് പറയുക, ആ എനർജി ഭയങ്കരമാണ്. അത് മുഴുവനും നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ബ്ലാക്ക് അബ്സോർബ്സ് അല്ലേ. അതുകൊണ്ട് അയ്യപ്പന്റെ അമ്പലത്തിൽ കരിനീലയും പിന്നെ ഇതും ഈ പറഞ്ഞ കറുപ്പ് വസ്ത്രവും ധരിച്ച് ചെല്ലുന്നത് വളരെ നല്ലതാണെന്ന് പറയും. ശിവന്റെ അമ്പലത്തിലും അങ്ങനെ പറയും ശനിയാഴ്ചകളിൽ. എന്നെ കേൾക്കുന്ന മറ്റുള്ള റിലീജിയൻ ഫോളോ ചെയ്യുന്നവരൊന്നും വിചാരിക്കരുത്, നിങ്ങളുടെ റിലീജിയൻ ഉത്കൃഷ്ടമാണെന്ന് തന്നെയാണ് ഞാൻ വന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ നമ്മളുടെ ഹിന്ദുക്കൾക്ക് നേരിടുന്ന ചില ആചാരങ്ങൾ അത് ആവശ്യമില്ലാത്ത ആചാരങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ബിക്കോസ് ഇതേപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഗായകനായിട്ടുള്ള യേശുദാസിനെ കയറാൻ സമ്മതിക്കാറില്ല. എന്തൊക്കെയോ ന്യായീകരണങ്ങളാണ് അതിന്. അറിയാതെ ഗുരുവായൂരപ്പന്റെ ഭക്തരായിട്ടുള്ള മറ്റു റിലീജിയനിലുള്ള ആളുകൾ എത്ര പേര് അവിടെ കയറുന്നുണ്ടാകാം. അവരൊക്കെ ഏത് റിലീജിയനിലുള്ളവരാണെന്ന് അറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. അവരവരുടെ ഭക്തി കൊണ്ടാണല്ലോ ആ അമ്പലത്തിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാൽ ഇത്തിരി കൂടെ നന്നായിരിക്കും എനിക്ക് ഇന്നലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തോന്നി. കാരണം ഭക്തർ എന്ന് പറയുമ്പോൾ ഒരു ഈ അവിടെ കാണുന്നുണ്ടല്ലോ, തത്വമസി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അയ്യപ്പന്റെ അമ്പലത്തിൽ
എല്ലാ അമ്പലങ്ങളിലും നിങ്ങൾ നോട്ട് ചെയ്തോളൂ, തത്വമസി എന്ന് പറഞ്ഞാൽ നീ ഞാനാകുന്നു എന്നാണ്. അതായത് ഭക്തൻ ഭഗവാനായി മാറുകയാണ് നമ്മൾ ആ വ്രതം എടുക്കുമ്പോൾ. അതുകൊണ്ടാണല്ലോ ശബരിമലയ്ക്ക് മാലയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും സ്വാമിയാണ്, അല്ലെങ്കിൽ മാളികപ്പുറമാണ്, സ്വാമീനെ വിളിക്കുള്ളൂ. സ്വാമി ഒന്നങ്ങോട്ട് നീങ്ങി നിൽക്കൂ, സ്വാമി ഒന്ന് ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ, അങ്ങനെയല്ലേ പറയുള്ളൂ. എടാ പോടാ ചേട്ടാ എന്നൊന്നും വിളിക്കില്ല ഒരു ശബരിമല മുദ്ര ധരിച്ചിരിക്കുന്ന ആളെ. അതൊക്കെ ഒരു റിലീജിയന് നല്ല കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വി ആർ ട്രൈങ് ടു റെസ്പെക്ട് പീപ്പിൾ. നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതേ റെസ്പെക്ട് എപ്പോഴും നമുക്ക് അന്യോന്യം കൊടുത്താൽ എന്താണ്, നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ ആ ക്യൂ ജമ്പ് ചെയ്യാതെ പോവുക. പിന്നെ അതേപോലെ തന്നെ ഒരു ഇത്തിരി ഡിസ്റ്റൻസ് വിട്ട് നിൽക്കുക, കുറച്ചൊരു ഡിസ്റ്റൻസ്. ഒരു സ്ത്രീയായ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വേറൊരു പുരുഷൻ പുറകിൽ നിന്ന് വന്ന് ഇങ്ങനെ ഒട്ടി നിന്നാൽ എങ്ങനെയുണ്ടാവും? നമുക്ക് അരോചകം തോന്നും അല്ലേ? നമ്മൾ ആ മനുഷ്യനെ പറ്റിയിട്ട് തെറ്റായിട്ട് ധരിക്കും. ഒരു പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. ആ ക്യൂവിലും മുമ്പിലും തള്ളാനുള്ള പ്രവണതയിൽ ആയിരിക്കട്ടെ. എന്തുകൊണ്ട് നമ്മൾ മലയാളീസ് മാത്രം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല? മലയാളീസ് എന്നല്ല, അധികവും ഇന്ത്യൻസ് ആണ്. ഇങ്ങനെ വേറൊരാളുടെ ശരീരത്ത് തൊടാൻ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും ഇവര് വെറുതെ വിടാറില്ല. ബസ് ശ്രദ്ധിച്ചു നോക്കൂ. ബസ്സിൽ ആരോ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിരുന്നു, ചേച്ചി ഇതിന്റെ അഭിപ്രായം എന്താന്ന് പറഞ്ഞ്. UK ഏതോ ഒരു സ്റ്റേഷനിൽ ആളുകൾ ബസ്സിൽ കയറാനായിട്ട് ക്യൂ നിൽക്കുന്നില്ല. അവരുടെ ബ്രിട്ടീഷ് ആൾക്കാർ മാറി നിന്ന് ശ്രദ്ധിക്കുകയാണ്. ബസ്സിൽ ഇങ്ങനെ കയറുകയാണ് ഏതോ പ്ലേസിൽ. ഐ തിങ്ക് ഇറ്റ് ഈസ് എ ട്രാൻസിറ്റ് ബസ് ഓർ സംതിങ്, ഐ ഡോണ്ട് നോ. അത് ഇങ്ങനെ ഒരു വൈറലായിട്ടൊരു വീഡിയോ നടക്കുന്നുണ്ട്. UK കാര്യങ്ങൾ ഇടുന്ന അദ്ദേഹത്തിന്റെ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ റീല് കണ്ടതാണ്. ഓൾ അതേഴ്സ് ദ ബ്രിട്ടീഷേഴ്സ് ആർ വെയിറ്റിംഗ് ദർ പേഷ്യൻ്റ്ലി. ഇവർ മാത്രം ഈ ക്യൂ ലംഘിച്ചിട്ട്, നമ്മളുടെ ഇന്ത്യൻസ് മൊത്തം ലംഘിച്ചിട്ട് ഇടിച്ചാ കയറുന്ന. ഈ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ കയറാനായിട്ട് ആൾക്കാർ ഓടി കയറുന്ന കണ്ടിട്ടില്ലേ? ഇടിച്ച് വലിച്ചു കയറും. എൻ്റെ ദൈവമേ, ഇഞ്ച പഞ്ചാക്കി വിടും എന്ന് പറയുന്ന പോലെയാണ്. അവരിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഇത് എന്താ നിങ്ങൾ തോന്നുന്നത്? ഡസ് ഇറ്റ് റിഫ്ലക്ട് എ സിവിലൈസ്ഡ് സൊസൈറ്റി ഓർ എ മൈൻഡ് സെറ്റ്? നോ അല്ലേ? അത് ഒരു പ്രിമിറ്റീവ് മൈൻഡ് സെറ്റിനെ തന്നെയാണ് കാണിക്കുക. ഒരു പ്രിമിറ്റീവ് തോട്ടിൽ നിന്ന് നമ്മൾ വന്നിട്ടില്ല. ഞാൻ മുമ്പേ എനിക്ക് കയറിയിരിക്കണം. അത് മേ ബി സീറ്റൊക്കെ നിറഞ്ഞു പോകുന്ന വെച്ചിട്ടാവാം, ഐ ഡോണ്ട് നോ. ഈവൻ എയർപോർട്ട് ബസ്സസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ എയർപോർട്ട് ബസ്സിൽ ഒരാളെ പോലും അവിടെ വിട്ടിട്ട് വരില്ല, എല്ലാവരും കയറ്റിയിട്ടേ പോകുള്ളൂ. then why can't you just take some time and queue up and then get in? അവിടെ ആ എയർപോർട്ട് ഒഫീഷ്യൽസ് വന്ന് ക്യൂ അപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ മാത്രമാണ് ക്യൂവിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ നിൽക്കില്ല. ഇതേപോലെ തന്നെയാണ് ഈ അമ്പലങ്ങളിലെ കാര്യവും പറയുന്നത്. ഈ പ്രസാദം മേടിക്കാൻ ക്യൂ, പ്രസാദത്തിന്റെ സ്ലിപ്പ് പൈസ കൊടുക്കാനൊക്കെ ക്യൂ ഉണ്ടാവും. അതിൽ വരെ ജമ്പ് ചെയ്തിട്ട് പോവാൻ നോക്കും ആൾക്കാർ, ഒന്നും അറിയാൻ വയ്യാത്ത വരും. പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരമ്മ, പ്രായമുള്ളതൊന്നും അല്ല, ഞങ്ങളുടെ അമ്മയുടെ അത്രയൊന്നും പ്രായമൊന്നുമില്ല, ജസ്റ്റ് എന്നേക്കാളും എനിക്ക് ആൻറ്റി എന്ന് വിളിക്കാവുന്ന ഒരു പരുവത്തിലുള്ള ഒരു അമ്മയായിരിക്കും. ഒരു 70 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാനും വേറൊരു ആള് മാത്രമേ ഉള്ളൂ ആ ക്യൂവിൽ. ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നു, എൻ്റെ പുറകിൽ ഒരാൾ നിൽക്കുന്നു, അതിൻ്റെ പുറകിൽ ആരുമില്ല. അപ്പോൾ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിത് തരുമോ എന്ന് ചോദിച്ചിട്ട് ചെല്ലണോ? അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ 2 പേരല്ലേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പുറകിൽ നിൽക്കുന്ന ആൾ പറയാം, നമ്മൾ ഈ പ്രായമായവരാണല്ലോ എന്ന രീതി നമ്മൾ സമ്മതിച്ചു കൊടുക്കും. പക്ഷെ ആരും ഇല്ലല്ലോ അവിടെ ഇരുന്നിട്ട് പതുക്കെ വന്ന് വാങ്ങിച്ചാൽ മതി. ഇത് ക്ഷമയില്ലായ്മയും പിന്നെ എൻ്റെ കാര്യം ഞാൻ തന്നെ ആദ്യം വേണം, എനിക്ക് ആദ്യം എടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റിയും കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ക്യൂ എല്ലാം ജമ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു. ഞാൻ ആ സ്ലിപ്പ് വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ കാരണം ഇനി അവർ ക്യൂ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നാലും അവർക്ക് നിന്നിട്ട് പോകാൻ ഒക്കുമായിരുന്നു. വലിയ ക്യൂ ഒന്നും അല്ല, 2 പേരേ ഉള്ള സ്ഥലത്താണ്. ഒരുപാടുണ്ടായിരുന്നെങ്കിലും നമുക്ക് പറയാം ഈ വയ്യാത്തവരായിരിക്കുന്നു. ഇതാണ് ഓരോരുത്തരുടെയും മെൻറ്റാലിറ്റി. ഒരു അമ്പലത്തിൽ പോയി നമ്മൾ കുറച്ചു നേരം അവിടെ വാച്ച് ചെയ്തിരിക്കുമ്പോൾ we will know how they are ആക്ടിങ്. ഇന്നലെ ഒട്ടും കാലിങ്ങനെ ഒരെണ്ണം പോളിയോ ബാധിച്ച ഒരാൾ, അവരിങ്ങനെ കാല് സപ്പോർട്ട് ചെയ്തിട്ട് വേണമല്ലോ, അപ്പോൾ ദേ നീഡ് സം സ്പേസ്. അങ്ങനെ ആ സ്പേസ് പോലും കൊടുക്കാൻ ആളുകൾ തയ്യാറല്ല. അപ്പം ഞാനിങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. കുറച്ച് ആചാരബാഹുക്കളായിട്ടുള്ള 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു, നിങ്ങളൊന്ന് ആളുകളെ ഒന്ന് തടഞ്ഞു നിർത്തൂ, ഞാൻ പറയാം എന്നുണ്ടോ, ആരും നീങ്ങരുത്, ഒരു വയ്യാത്ത ആളൊന്ന് കയറിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ സമ്മതിച്ച്. ഗുരുവായൂരപ്പനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വരുന്നതല്ല, അവർ ഒന്ന് കോഡോൺ ചെയ്ത് കൊടുത്തപ്പോഴേ അദ്ദേഹത്തിന് കയറാൻ പറ്റുള്ളൂ. എന്തിനാണ് നമ്മൾ അതിന് വെയിറ്റ് ചെയ്യുന്നത്? വൈ ഡോണ്ട് വി ജസ്റ്റ് ഡു ഇറ്റ് വോളണ്ടിയർലി? അങ്ങനെ നമ്മൾ വോളണ്ടിയർലി ചെയ്യുമ്പോൾ ആ കയറുന്ന ആളിൻ്റെ ഗുരുവായൂരപ്പൻ്റെ നേരെ നടക്കിലാണത്. ഗുരുവായൂരപ്പനെ കാണാൻ വരുമ്പോൾ പോലും നമ്മൾ അവിടെയും ഒരു എന്താ പറയുക, ഔചിത്യമില്ലായ്മ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ആ ഔചിത്യമില്ലായ്മ പ്രവർത്തിക്കാതെ
അവിടെ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് ചിന്തിച്ചാൽ മതി നമുക്ക്. ശരിയാണല്ലോ, അദ്ദേഹത്തിന് കുറച്ചൊരു പ്രശ്നമുണ്ട്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം കയറുന്നതായിരിക്കുമല്ലോ ഗുരുവായൂരപ്പന് ഇഷ്ടം ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഭക്തൻ ചെയ്യുന്ന ഭഗവാനെ സേവിക്കുന്നതിന് പകരം ഭക്തനെ ഇനിയൊരു ഭക്തനെ സഹായിക്കുന്നു അല്ലേ? ഇത്രയൊക്കെ നമ്മൾ ചിന്തിക്കണം അല്ലെ? ഈ കാഴ്ചകൾ നമ്മൾ തുറന്നു കാണുമ്പോഴാണ് നമ്മൾ അമ്പലത്തിൽ ചെല്ലുക, അല്ലെങ്കിൽ മോസ്കിൽ ചെല്ലുക, പള്ളിയിൽ ചെല്ലുക എന്ന് പറയുമ്പോൾ വി ആർ ദെയർ വിത്ത് എ പ്യുവർ മൈൻഡ് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം പൊറുക്കണേ എന്ന് നമ്മൾ അവിടെ ഒരു അദൃശ്യ ശക്തിയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ശരിയാ, എല്ലാവർക്കും ടാൻട്രംസ് ഉണ്ടാകും, എല്ലാവരും പെട്ടെന്ന് കോപിക്കുന്നവരായിരിക്കാം. പക്ഷേ ഭക്തന്മാർ എല്ലാവരും തന്നെ ഒരേ മനസ്സോടുകൂടി നന്മ വിചാരിച്ചു പോകുന്നവരിക്കും. ശരി, എൻ്റെ കാര്യം മാത്രം പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും വേറെ ഒന്നും അവരവിടെ ചിന്തിക്കാൻ പാടില്ലല്ലോ. ഈ സത്യസായി ബാബയുടെ ആശ്രമത്തിൽ ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി അത് പറയുകയാണ് കേട്ടോ. ഓരോരുത്തരുടെ വിശ്വാസമാണല്ലോ. ആൾ ദൈവമാണെന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന ആളുകൾ ഉണ്ടാകാം, അല്ല ഗുരുവായിട്ട് തിരഞ്ഞെടുക്കുന്നവരുണ്ടാകും. ഞാൻ അദ്ദേഹത്തിനെ ഗുരുവായിട്ട് തന്നെ തിരഞ്ഞെടുക്കുകയാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഗുരുവായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പീപ്പിൾ ക്യാൻ ഡിഫർ, അവരുടെ ഇഷ്ടമാണ്. പക്ഷെ അബ്യൂസീവായിട്ടുള്ള ഒന്നും എനിക്ക് കേൾക്കാൻ ഇഷ്ടമല്ല ആരെ പറ്റിയും. കാരണം ഒരു ഉന്നതങ്ങളിൽ എത്തണമെങ്കിൽ ഈ സദ്ഗുരു, സായിബാബ, അമൃതാനന്ദമയി അവർക്ക് എന്തോ ഉണ്ട്, അവരുടെ കഴിവാണത്. മനസ്സിലായില്ലേ? ആളുകളെ കൂട്ടാനുള്ള കഴിവ്. അവർക്ക് ദൈവസമാനമായ പവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഞാനിവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ഡിബേറ്റബിൾ. വാട്ട് എവർ ഈസ് യുവർ ഫെയ്ത്ത്. ഇപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ലേ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നുള്ള ബൈബിൾ വചനം. അതാണ് ഇവിടെ എല്ലാം പ്രാവർത്തികമാകുന്നത്. നമ്മൾ ഒരു ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഫെയ്ത്തില്ലേ, അതാണ് നമ്മളെ രക്ഷിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഗിവിങ് അസ് ദ പവർ. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കാം ഈ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞത് നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന അവിടെയുള്ള ഒരു ചേതോ വികാരവും. അവിടെ ഒരു ഗുരുസമാനനാണ്. ഒരിക്കലും ഒരാളെ വഴിതെറ്റിക്കാതെ, തെറ്റ് കണ്ടാൽ മുഖത്ത് നോക്കി പറയുന്ന ഒരു ഗുരു അവിടെ ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് അവിടെയും എല്ലാവരും ഇങ്ങനെ കൈ കൂപ്പിയിട്ട് പോയിട്ട് ഇതേപോലെ തന്നെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സായിറാം എന്നാണ് വിളിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ഈ സായി ഭക്തരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സായിറാം എന്നേ വിളിക്കുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ അതേ തത്വമസിയാണ് അവിടെ. ഞാൻ നീയാകുന്നു, മനസ്സിലാക്കിക്കൊള്ളണം. ഞാനിവിടെ വന്നിരുന്ന ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയും ഫിലോസഫിയും എല്ലാം ജസ്റ്റ് ടു മേക്ക് ദ ലൈഫ് സിമ്പിൾ. കാരണം ജീവിത സാഗരം കടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗുരുവിനെയോ ഒരു ദൈവത്തെയോ നമ്മൾ കൂട്ടുപിടിച്ചിരിക്കും അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ ടോക്ക് ഇന്ന് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ. ഡിഫർ ചെയ്യുന്നവർക്ക് സഭ്യമായ ഭാഷയിലായിരിക്കും ഞാൻ ഡിഫർ ചെയ്യുന്നത്. ബിക്കോസ് ഐ വിൽ ഡിലീറ്റ് ഇറ്റ് ഇഫ് എൻ്റെ വിശ്വാസങ്ങൾക്ക് എതിരായിട്ട് ഇതാന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പറയരുത്. പറഞ്ഞോളൂ, ഡിലീറ്റ് ചെയ്യട്ടോ. കാരണം എന്താണെന്നറിയോ, നിങ്ങളോട് ആ വിശ്വാസത്തിലേക്ക് വരൂ എന്നല്ല, അതിൻ്റെ പിന്നിലുള്ള ചെയ്തോ വികാരങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രാവശ്യം ഈ വോളണ്ടിയറിങ്ങിന് പോകും. ഈ പുട്ടപ്പർത്തിയിലെ എല്ലാ ആളുകളും വോളണ്ടിയറിങ്ങിന് പോകും ആശ്രമത്തിൽ എന്ന് പറഞ്ഞ ആളുകളെ കറക്റ്റായിട്ട് ക്യൂവിൽ നിൽക്കാനും പിന്നെ ചെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വരാനൊക്കെ ആയിട്ട്. സോ ആ വോളണ്ടിയേഴ്സിൽ ഒരാൾ ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്തു ഭക്തർ ഒരാളുടെ അടുത്ത്. അങ്ങോട്ട് തള്ളി നിൽക്കൂ. ഇവിടെയും ഗുരുവായൂരിൽ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു വലിച്ചൊക്കെ മാറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യരുത്, അത് അവരുടെ ജോലിയാണ്. നമ്മൾ റിയാക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് ജോലി ചെയ്യണ്ടേ, ഞങ്ങൾ ഇവിടുത്തെ ഇങ്ങനെ ആളുകളെ എല്ലാവരും ഇങ്ങനെ 2 മിനിറ്റ് കൂടുതൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം അത്രയും ക്യൂ, പുറകിൽ ജനങ്ങൾ നിൽക്കുകയാണ്. അവർ വെയിലത്തൊക്കെ, ഇപ്പൊ വെയിലില്ലേ, കുറെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാനൊക്കെ, മഴ വരണം. ബട്ട് അങ്ങനെ നിൽക്കുന്ന ആളുകളുടെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ? സോ അതുകൊണ്ടാണ് അവർക്ക് അവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് അല്ലേ, ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദേ ഹാവ് ടു ഡു ദർ ഡ്യൂട്ടി. അപ്പോൾ അവർ സ്റ്റേണായിട്ട് നിന്നേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു വോളണ്ടിയർ ഇദ്ദേഹത്തോട് എന്തോ ഭയങ്കര മോശമായിട്ട് എല്ലാവരോടും അവരിങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് ഇത് ചെയ്യുന്നു. വളരെ പ്രായമുള്ള ഒരു ലേഡിയാണ്. അപ്പം സ്വാമി ഇദ്ദേഹത്തെ ചൂസ് ചെയ്യണം, വന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്റർവ്യൂസിനൊക്കെ വിളിക്കുമായിരുന്നു പണ്ടത്തെ കാലത്ത്. അപ്പോൾ ഒരാൾ എഴുതിയിരുന്ന അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അവിടെ ചെന്നപ്പോൾ സ്വാമിയോട് ഈ ലേഡിയെ പറ്റി കംപ്ലൈൻറ്റ് ചെയ്തു. സ്വാമി ഇന്ന ഗാരു എന്ന് ഇങ്ങനെ വളരെ റൂഡായിട്ടാണ് ഭക്തരോട് പെരുമാറുന്നത് സ്വാമി, അങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു, നോക്കൂ അവരെ നമുക്ക് ശരിയാക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറയുമ്പോൾ ഇത് തന്നെ പറയും. എന്നിട്ട് അയാളുടെ സമയം കഴിഞ്ഞു. ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന് വേറെ എന്തൊക്കെ പറയായിരുന്നു. സ്വാമി എൻ്റെ മനസ്സിൽ നന്മ നിറയാൻ
സഹായിക്കുമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളിൽ അങ്ങയുടെ ഹെൽപ്പ് വേണമെന്ന് എന്തെങ്കിലും നല്ലത് ചോദിക്കായിരുന്നില്ല. ആ സമയം എന്തിനാണ് മറ്റുള്ളവരുടെ ആ ഒരു നമ്മൾ അറിയില്ലാത്ത ഒരാൾ അവരെ പറ്റി പറയാനായിട്ട് വേസ്റ്റ് ചെയ്തില്ലേ? അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങൾ ഉണ്ടാവും. ആ വിശ്വാസങ്ങളെ നമ്മൾ മാനിക്കാൻ പഠിക്കണം. ചിലർ ധ്യാന കേന്ദ്രത്തിൽ പോകും, ചിലർ ഗുരുവായൂർ അമ്പലത്തിൽ പോകും, മറ്റു ചിലർ കാബയിൽ പോകും, അല്ലെങ്കിൽ ഇവിടെ പോകും, എന്താ പറയാ, എന്താണത്, ജെയിൻ മത വിശ്വാസികളില്ലേ, അവരുടെ ഇതിൽ പോകും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളും ഗുരുക്കന്മാരെയും വെച്ചിരിക്കുന്നത് ഈ ലോകം താളം തെറ്റാതിരിക്കാൻ തന്നെയാണ് സുഹൃത്തുക്കളെ. അതിന് യാതൊരു എന്താ പറയുക മറുചിന്തയും വേണ്ട. പിന്നെ എത്തിസ്റ്റ് എന്ന് പറഞ്ഞ കൂട്ടമുണ്ട്. അവർക്കും ഉണ്ട് അവരുടേതായ ഭയങ്കര ബലമായ ആർഗ്യുമെന്റ്സും ഫെയ്ത്തും. അതിലാണായിരിക്കുന്നത് അവരുടെ ഫെയ്ത്ത്. ഐ ഡോണ്ട് നോ, ഐ ആം നോട്ട് എ പേഴ്സൺ ടു സപ്പോർട്ട് എനിത്തിങ്. എൻ്റെ വിശ്വാസങ്ങളിൽ ഞാൻ മുറുകെ പിടിക്കുന്ന ആളാണെന്നേ ഞാൻ പറയുന്നുള്ളൂ ഇതിൽ കേട്ടോ. പക്ഷേ ഇവിടുത്തെ എൻ്റെ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, കൂട്ടം കൂടുതലുള്ള, അതായത് ഒരുപാട് ക്രൗഡായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള അമ്പലങ്ങളിൽ തൊഴാൻ പോകുമ്പോൾ തിരുപ്പതിയും ഗുരുവായൂരും പിന്നെ ചോറ്റാനിക്കരയും പിന്നെ ഇതും വേറൊരു അമ്പലം കൂടെ ഉണ്ടല്ലോ, എന്താ, ശബരിമലയും, ഇത്രയാണ് കൂടുതൽ ഭക്ത തിരക്കുകൾ ഉണ്ടാവുക. ചോറ്റാനിക്കര പിന്നെ ഒരു 2-3 പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഒരുവിധം എന്താ പറയുക ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമുക്ക് കയറിപ്പോകാം. പക്ഷെ അവിടെ എല്ലാം ചെല്ലുമ്പോഴും പുരുഷന്മാരൊക്കെ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പർ ബോഡി ഒന്ന് എന്തെങ്കിലും ഒരു തുണ്ട് സാധനം ഉണ്ടല്ലോ, അതിന് പറയണേ ദൈവമേ ആ പേര്, അതിനെന്താ പറയുക, വേഷ്ടിയും മേൽമുണ്ട്, അത് വെച്ചിട്ട് ഒന്നിങ്ങനെ കവർ ചെയ്താൽ നന്നായിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന തോർത്താണെങ്കിലും കുഴപ്പമില്ല, ഫ്രഷ് ആയിരിക്കണമെന്ന് മാത്രം. അത് ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ ഈ തല തുടയ്ക്കുന്ന തോർത്തെടുത്ത് ഇങ്ങനെ ചെയ്യല്ലേ, അതിനി ഹൈജീനിക് അല്ല. കാരണം പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു പോകണമെന്ന് നിർബന്ധമില്ല, അലക്കിയ വസ്ത്രങ്ങൾ ധരിച്ചു പോകണമെന്ന് തന്നെയാണ്. ഫ്രഷ് ആയിരിക്കണം. കൈ പൊക്കുമ്പോൾ ദൈവത്തെ ഓർത്ത് ആംപിറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള അമ്പലത്തിൽ പോകാനായിട്ട്. സാധാരണ ലൈഫ് ബോയ് സോപ്പിട്ട് കുളിച്ചാൽ പോലും കുഴപ്പമില്ല. ചന്ദ്രികയാണ് ബെസ്റ്റ്. ഞാനൊരു പ്രാവശ്യം പറഞ്ഞിരുന്നു എനിക്ക് ഇഷ്ടമില്ലാത്ത സോപ്പ്. നിങ്ങൾ കുറേ പേര് കമൻ്റ് അടിച്ചു. ലൈഫ് ബോയ് ആണ് എനിക്ക് ഇഷ്ടമില്ലാത്ത സോപ്പ്. ഇപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ മണം, സ്മെൽ, അതിൻ്റെ വാസന വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്തു. അപ്പോൾ എൻ്റെ പഴയ വീഡിയോ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയാലോ. അതിൽ കുറേ പേര് ലിറിലിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ലിറിൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ലെമൺ ആൻഡ് ലൈം ബേസ്ഡ് ആയിട്ടുള്ള എന്ത് സാധനവും ഇഷ്ടമാണ്. ഇഷ്ടമാണ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ആരോ തെറ്റിദ്ധരിച്ചിട്ട് ഇഷ്ടമല്ല എന്നാണ് കേട്ടേന്ന് തോന്നുന്നു. എനിക്ക് ലൈം ബേസ്ഡ് സാധനങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് ഇതില്ലേ, ലെമൺ ഗ്രാസ്, എന്ത് രസം, ഇഞ്ചിപ്പുല്ല്, അതിൻ്റെ മണം മതി എനിക്ക്. എൻ്റെ ബാത്റൂമൊക്കെ സ്പാ പോലെ ആയിരിക്കും മണം. ഇതിട്ട് കുളിക്കുകയും ഇതിൻ്റെ അനുസാരികൾ എവിടെ കണ്ടാലും വാങ്ങിച്ചു വെക്കും. എവിടെ കണ്ടാലും അതിൽ ഇഞ്ചിപ്പുല്ലുണ്ടെന്ന് കണ്ട് അപ്പം വാങ്ങിക്കും. അതിൻ്റെ ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്, ആ വാസന ഇഷ്ടമാണ്. ചിലർക്കൊക്കെ അത് ഇഷ്ടമായിരിക്കും അല്ലെ. മിക്കവാറും എനിക്ക് തോന്നുന്നു എൻ്റെ ഏജുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കുറേ പേര് എന്നോട് പറഞ്ഞു ഞങ്ങൾക്കും അത് ഇഷ്ടമാണ് ചേച്ചി. നമ്മൾ സംസാരിക്കുമ്പോൾ അവൾ ഈ വാസനകളെ പറ്റി പറയില്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഭക്തന്മാരെ കുളിച്ചിട്ട് തന്നെയാണ് കേട്ടോ പോവുക. അല്ലാന്നല്ല, അവർ ചെല്ലുമ്പോഴേക്കും ആ ക്യൂ നിന്ന് അവിടെ ചെല്ലുമ്പോഴേക്കും അവർ വേർക്കുന്നതാണ്. ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഏതോ ഒരു അമ്പലത്തിൻ്റെ, ഏത് അമ്പലമാണ്, തിരുപ്പതിയാണ്, ഏതോ ഒരു അമ്പലത്തിൽ എപ്പോഴും കർപ്പൂര വാസന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരവിടെ സൈഡിലൊക്കെ ഇങ്ങനെ പുകയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗുരുവായൂർ എന്നും വൈകുന്നേരം തൃപ്പുക. അതുകൊണ്ടായിരിക്കും ഇത്ര ആളുകളങ്ങ് തിങ്ങി കയറിയിട്ട് അവിടെ എല്ലാം ഒന്ന് ശുചീകരിക്കേണ്ടത് ആവശ്യമാണല്ലോ. അതുകൊണ്ടായിരിക്കും ഗുരുവായൂർ പോകുന്നത്. തൃപ്പുകയും കൂടെ കൊണ്ടിട്ട് വരുന്നത് നല്ലതായിരിക്കും കേട്ടോ. 2-3 ദിവസം നിൽക്കണം അവിടെയൊക്കെ പോയാൽ. എന്നാലാണ് നമുക്ക് ആ എല്ലാ രീതികളിലും നമുക്ക് അത് എൻജോയ് ചെയ്തിട്ട് വരാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് വേറെ മതസ്ഥർ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമാവും അവിടുത്തെ ആ ഒരു വൈബ്. പുറത്തൊക്കെ ഡാൻസും പിന്നെ ഈ ഭഗവാന്റെ എന്താ പറയുക എഴുന്നള്ളത്തും ഒക്കെ കാണാമല്ലോ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആചാരങ്ങളല്ലേ. പോകുന്നവരും ഉണ്ട്. അതിൽ വിശ്വസിക്കാനല്ലാട്ടോ പറഞ്ഞു വരുന്നത്. കാണാൻ പോകുന്നവരില്ലേ തൃശ്ശൂർ പൂരം, അതേപോലെയൊക്കെ തന്നെ ആനയോട്ടമൊക്കെ കാണാൻ എത്ര ആളുകൾ വരുന്നുണ്ടല്ലേ. അതെനിക്ക് പേടിയാണ്. ആന എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. ഗുരുദേവൻ പറഞ്ഞ പോലെ 2 കരിയും നമ്മൾ പേടിക്കേണ്ടതാണ്. ഒരു കരി മറ്റേ വെടിക്കെട്ട്, ഇനിയൊരു കരി ആനയുടെ പര്യായമാണല്ലോ കരി എന്ന് പറയുന്നത്. ആ ആനയും പേടിക്കണം എന്ന് പറയും. കാരണം ഇത്രയും വലിയ ഒരു
ആനിമലിനെ എങ്ങനെയല്ലേ ഈ മനുഷ്യൻ ഇത്ര ചെറിയ ബ്രെയിനുള്ള മനുഷ്യൻ കൊണ്ട് നടക്കുന്നതല്ലേ? കാരണം അതിൻ്റെ ഇത്ര വലിയ ബ്രെയിൻ ആണെങ്കിലും അതിൻ്റെ മസ്തിഷ്കം വർക്ക് ചെയ്യുന്നത് ഓർമ്മ വെച്ചിട്ട്, ഓർമ്മയുണ്ട് അതിന്, ഭയങ്കര ഓർമ്മയായിരിക്കും. ഇത്ര വലിയ ഇതിൽ എല്ലാം സ്റ്റോർ ചെയ്തിട്ട് ഒരാളെ കണ്ടാൽ അതിൻ്റെ വാസന, നമ്മുടെ ഒരാളുടെ വാസന അദ്ദേഹത്തിൻ്റെ ആനയുടെ മനസ്സിലൊക്കെ കയറിയിട്ടുണ്ട്, മസ്തിഷ്കത്തിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം ഓർമ്മ നിൽക്കുന്നത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു. എൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ ആനയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ടൈലറിൻ്റെ ആനക്കഥയില്ലേ, ടൈലർ ഒരു കുത്തുവെച്ച് കൊടുക്കുന്നത്, ആ കഥയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആനകളെ പറ്റി. ആനകൾ ഒരു കീസ്റ്റോൺ സ്പീഷീസ് ഒക്കെയാണ്, പക്ഷേ എനിക്ക് ഭയങ്കര പേടി ആനേനെ. പാവമാണെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മസ്തിഷ്കം അതുപോലെ ആക്കി വെച്ചിരിക്കുകയാണ്, അവരെ അങ്ങനെ ടൈം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്നലെ കണ്ടു 2 ആനകൾ, കുട്ടി ആനകൾ കേട്ടോ, തളച്ചിട്ടിട്ടുണ്ട് ഒരു മരത്തിൽ. ആ മരമൊക്കെ അവർക്ക് നിസ്സാരമായിട്ട് പറിച്ചുകൊണ്ട് പോകാൻ പറ്റും, പക്ഷെ അനങ്ങില്ല. അതാണ് അതിൻ്റെ രീതി. ഒരു തോട്ടി ഉണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കണ, അതിൽ പണ്ട് അതിന് എന്തെങ്കിലും ശിക്ഷ കിട്ടിയിട്ടുണ്ടാവും, അത് ചാരി വെച്ചിട്ടുണ്ട് അതിൻ്റെ ചെവിയുടെ ഇവിടെ. പിന്നെ അനങ്ങില്ല. ആ പാപ്പാൻ വന്ന് അത് എടുത്ത് മാറ്റണ വരെ അത് അനങ്ങില്ല, അങ്ങനെ നിൽക്കും. ഒരുപാട് വലിയ ആനയല്ല കണ്ട, 2 ഏകദേശം ഒരു യുവാക്കളായിട്ടുള്ള 2 ആനകൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു പനമ്പട്ട. പക്ഷെ അപ്പോഴും എനിക്ക് പേടിയായിരുന്നു അടുത്ത് പോയി. എന്തോ ഒരു പേടിയാണ് ആന എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ എനിക്കങ്ങനെ തോന്നി കാണുമായിരിക്കും. എനിക്ക് എപ്പോഴും പേടിയായിരുന്നു. ഞാനതുകൊണ്ട് ഈ ആനയുടെ അടിയിലൂടെ നടക്കുക, അല്ലെങ്കിൽ ആനയുടെ അനുഗ്രഹം മേടിക്കുക, ഈ വക കലാപരിപാടികൾക്കൊന്നും ഞാൻ പോകാറില്ല. അത് ആ പാപ്പാമാർക്ക് എന്തെങ്കിലും സംതിങ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയതാണെന്ന് ഞാൻ പറയൂ. ആ ആനയുടെ ആ വലിയ തുമ്പികൈ നമ്മുടെ തലയിൽ ഇങ്ങനെ വെച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കണ്ടു ഒരു ലേഡിയുടെ തലയിൽ ഇങ്ങനെ വെച്ചപ്പോൾ ഒരു താന്നങ്ങ് പോയി. ഇങ്ങനെ അത്ര ഖനമല്ലേ, ആനയ്ക്ക് എന്ത് അനുഗ്രഹം കൊടുക്കാൻ പറ്റും? എന്തിനാ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾക്കൊക്കെ ആളുകൾ പോണേല്ലേ? ഓക്കെ, അതും അവരുടെ വിശ്വാസമാണ്. എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലേ? എനിക്ക് ദേഷ്യം തോന്നിയിട്ട് ഒരു തട്ട് വെച്ച് കൊടുത്താലോ? നമ്മൾ നിസ്സാരനായ മനുഷ്യനല്ലേ? എപ്പോഴും അത് ഒരേപോലെ ബിഹേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ പാപ്പാൻ അത് ചാരി വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഷ്ടകാലത്തിന് നമ്മൾ ഇരുന്നു പോവും, വല്ല നടുപൊടിയൊക്കെ ചെയ്യും. വി ആർ വെരി ഫ്രജൈൽ. അതാലോചിക്കണം. ആനയ്ക്കൊക്കെ നിഷ്പ്രയാസം നമ്മളിങ്ങനെ എടുത്ത് ഒരൊറ്റ അലക്കലക്കിയാലുണ്ടല്ലോ തീരും അവിടെ. വീഡിയോസൊക്കെ പണ്ട് കണ്ട് ഞാൻ പേടിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് യൂട്യൂബൊക്കെ തുടങ്ങിയ സമയത്ത് ചെറിയ ചെറിയ വീഡിയോസ് വരുമായിരുന്നു ഈ പാപ്പാനെയൊക്കെ ആനകൾ എടുത്തിട്ട് അലക്കുന്നത്. ബിക്കോസ് അവരുടെ മെമ്മറിയിൽ ഉണ്ടാവുകയെ ഇവരിങ്ങനെ ടൈം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പിടിച്ച് വലിക്കുകയും കൊളുത്തി വലിക്കുകയൊക്കെ ചെയ്യും. ഇവിടെയൊക്കെ അതുങ്ങളുടെ കാണണം. ഇപ്പം കുറച്ച് ഇതായിട്ടുണ്ട്. ദേ ആർ ട്രീറ്റിംഗ് ദ ആനിമൽസ് വെൽ. ഒരുപാട് ബോർഡും അതും ഇതൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ മനേക ഗാന്ധിയാണ് ഇതിന് കൂടുതലായിട്ട് എന്താ പറയുക ഒരു പ്രൊപ്പഗാൻഡ എടുത്തത് അല്ലേ? നമ്മളെ അമല എന്ന് പറഞ്ഞിട്ടുള്ളൊരു നടിയില്ലേ, നാഗാർജുനയുടെ വൈഫും, ഷീ ഈസ് ഓൾസോ ഇൻ ടു ദിസ്. അങ്ങനെ കുറേ പേരുണ്ട് മൃഗങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറയുന്നതും. ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല, പക്ഷെ ഇവരെ ഉപദ്രവിക്കാതെ, ചെറുതായിട്ട് ഉപദ്രവിക്കാതെ ഇവരെ പേടിപ്പിച്ച് നിർത്താനും പറ്റില്ലല്ലോ. ഈ ഉത്സവങ്ങൾക്കും അതിലൊക്കെ ഇടയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി പോലെ. സോ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ജസ്റ്റ് ബി കെയർഫുൾ, എസ്പെഷ്യലി ഹു ആർ ഗോയിങ് ടു ദ ടെമ്പിൾസ് ലൈക്ക് വിച്ച് ഐ മെൻഷൻഡ് ഏർലിയർ. അതിലേക്ക് അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ സാരി ഇതാണ്. ഇതിപ്പോൾ ഇങ്ങനത്തെ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഇതൊരു 10-15 വർഷം മുമ്പ് വാങ്ങിച്ച സാരിയാണ്. അഗെയിൻ ഇറ്റ് ഇസ് ഫ്രം ശില്പി കേട്ടോ. ശില്പി എന്ന് പറഞ്ഞ ആ കടയിൽ നിന്നാണ് ഞാൻ പോയി വാങ്ങിക്കുക. പെട്ടെന്ന് എടുക്കാൻ പറ്റും. അവർ ക്യൂറേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്നതല്ലേ, അപ്പം നമുക്ക് എളുപ്പമാണല്ലോ. ബ്ലൗസ് അന്വേഷിച്ച് കിടക്കണ്ട, സാരി ഇങ്ങനെ എടുത്തിട്ടെങ്കിൽ പോന്നാൽ മതി. അതുകൊണ്ട് ഇതവിടെ നിന്ന് വാങ്ങിച്ചതാണ്. സോ സാരി അഫിഷനാഡോസ് പ്ലീസ്, അതാണ് ഇന്നത്തെ വീടും അതാട്ടോ. ഞാൻ അന്നും പറയണമെന്ന് ഓർത്തും മറന്നുപോയി. സാരി അഫിഷനാഡോ എന്ന് പറഞ്ഞാൽ സാരികളോട് പ്രേമമുള്ളവർ, സാരി കളക്ടർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. സോ പ്ലീസ് കീപ് വാച്ചിങ്. താങ്ക് യു. ഞാൻ ഇനി നാളെ വരാം. നാളെ ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ നിന്ന് വരും.